ഗവർണർ എത്തിയിരിക്കുന്നു. MA യൂസഫ് അലിയെ തൊട്ടുമുൻപ് ദൃശ്യങ്ങളിൽ കണ്ടു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന്. ഇങ്ങനെ സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്ന് രാഷ്ട്രീയ സാംസ്കാരിക വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ ഒഴുകിയെത്തുകയാണ് VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ. പ്രിയ നേതാവിനെ അവസാനം ഒരു വട്ടം കാണുന്നതിന് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജനം. ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതികരണം അറിയേണ്ട ഒരാൾ 1992 VS മലമ്പുഴയിൽ മത്സരിക്കുന്ന കാലത്ത്, ക്ഷമിക്കണം 2001 VS മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് VS കടന്നു വരുന്നത് പ്രഭാകരൻ MLA എങ്ങനെയായിരുന്നു? മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് 2001 അതിനു മുമ്പ് പാർട്ടിയുടെ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെന്നല്ലാതെ VS-നെ കുറിച്ചൊരു കണിശക്കാരനായിട്ടാണ് ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ. പക്ഷേ ആദ്യം അദ്ദേഹം വന്നു, ഞങ്ങളൊരു ഗംഭീര സ്വീകരണമൊക്കെ നൽകി. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ചില പരിപാടിക്ക് പോകുമ്പോൾ ആദ്യം കൂടെ ഞാനും പാർട്ടി ജില്ലാ സെക്രട്ടറിയും കൂടിയിട്ടാണ് പോയത്. ഒരക്ഷരം പാർട്ടി സംസാരിച്ചിരുന്നില്ല. ആദ്യത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ പറഞ്ഞു, VS നമ്മളൊരു ഇലക്ഷനല്ലേ, തീർച്ചയായും എന്തെങ്കിലുമൊക്കെ ജനങ്ങളുടെ ഇടയിൽ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇടയിലൊക്കെ പോകാനൊക്കെ പിന്നീട് തയ്യാറായി. അപ്പോൾ തീരെ സംസാരിക്കാത്ത ഒരു നേതാവ്, പക്ഷേ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമായത്, നിങ്ങൾ നോക്കിയോ, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വെച്ച് നോക്കിയാൽ 2001 4900 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം വർദ്ധിച്ചു. ഭൂരിപക്ഷം വർദ്ധിക്കാനുണ്ടായ കാരണം എന്താ ചോദിച്ചാൽ, അദ്ദേഹം ഒരു ജനങ്ങളുടെ ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ പിന്നാലെ നിൽക്കും. മാത്രമല്ല ഫോളോ അപ്പ് ഭയങ്കരമാണ്. അത് മാത്രമല്ല, കുട്ടികൾക്ക് പോലും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ അത്ര ഹൃദയാലുവായിട്ടുള്ളൊരു മനുഷ്യനാണെന്നുള്ളത് പിന്നീട് മനസ്സിലായി. അത് വോട്ടിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ്. 2016 തെരഞ്ഞെടുപ്പിലാണ് അവസാനമായി മത്സരിച്ചത്. അദ്ദേഹത്തിന് അതിനനുസരിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂടിയത് അദ്ദേഹത്തെ കുറിച്ച് അടുത്തറിഞ്ഞത് കൊണ്ടാണ്. ഒരു പിടിവാശിക്കാരൻ അല്ലെങ്കിൽ ഒരു നിലപാടുകളിൽ കർക്കശക്കാരനായ VS ഒരു ഫ്ലെക്സിബിൾ ആവുന്നത് മലമ്പുഴയിൽ പ്രഭാകരന്റെ അടുത്തേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അദ്ദേഹം മഹാനായ നേതാവ് എന്ന നിലയ്ക്ക് സ്വാഭാവികമായും അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചത് അങ്ങനെയാണ്. ഞങ്ങളും അങ്ങനെയാണ് ആദ്യം വരുമ്പോൾ 2001 വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ഇതായത്. പക്ഷേ അദ്ദേഹം അങ്ങനെ അല്ല. അദ്ദേഹം ഏത് വിഷയത്തിലും ഇടപെടുക, മാത്രമല്ല മനുഷ്യനെ സ്നേഹിക്കുക. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്.